ഷുഗർ വേണ്ട, ഓവനും ബീറ്ററും വേണ്ട, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബൗളിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ മധുരത്തിനായിട്ട് കൊടുക്കുന്നത് ശർക്കരയാണ്. പൊടിച്ചിട്ട് നമ്മളൊരു 1/4 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഏകദേശം കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതുപോലെ പൊടിയാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലും നമുക്ക് പെട്ടെന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലിൽ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിനായിട്ടും ചെയ്യാം. പ്ലെയിനായിട്ടാണെങ്കിൽ കൊക്കോ പൗഡറൊന്നും ഇടണ്ട. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ച് മിക്സാക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച പാലിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഞാൻ കുറച്ച് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പം നല്ലൊരു എക്സ്ട്രാ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ റെഡിയാക്കിയാൽ മതി. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലൊന്നല്ല കേട്ടോ, നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ അടിയിൽ ഫസ്റ്റ് ഒരു തട്ട് വെച്ച് കൊടുക്കണം. ഒരു പഴയ ഇതുപോലത്തെ തളികയായാലും മതി. അത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും ഗീ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം എല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴിയിൽ മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിനി മൂടി വെക്കാം. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ്, മാക്സിമം ഒരു 8 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 5 or 8 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് റെഡിയാക്കാം. സാധാരണ നമ്മൾ ഓവനിലായാലും അല്ലെങ്കിൽ സാധാരണ കേക്ക് ഉണ്ടാക്കാൻ തന്നെ അരമണിക്കൂറെല്ലാം എടുക്കും. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മളിതിൽ മുട്ടയോ ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.